Hey guys, welcome to my first vlog. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സീനിയേഴ്സിന് ഞങ്ങൾ കൊടുക്കുന്ന ഫെയർവെല്ലിന്റെ വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് സമയം കൊണ്ടാണ് ഞങ്ങളുടെ സീനിയേഴ്സിന്റെ അടുത്ത് നല്ല കമ്പനിയാണ്. അപ്പോഴാണ് മനസ്സിലായത് അവർ എത്ര അടിപൊളിയാണെന്ന്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് അവരുടെ ഫെയർവെൽ അടിപൊളിയാക്കണം എന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഒരു സീനിയർ ആരും തെറ്റിദ്ധരിക്കരുത്, ആള് നാരങ്ങ വെള്ളം എങ്ങനെ ഉണ്ടാക്കാന്നാ പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ സാറിനെ ഇൻവൈറ്റ് ചെയ്തു. ഇനി ഞങ്ങൾ ഞങ്ങളുടെ സീനിയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. അവർ ലാബിലായിരുന്നു, സോ പഠിക്കുന്ന പോലെ അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. എന്നും കുട്ടിയുടെ മുഖത്ത് മ്ലേച്ഛത കണ്ടാൽ മതി. ആരംഭത്തിൽ അഭിമാനമാണ്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. എല്ലാവർക്കും എന്നെ മതി. അങ്ങനെ ഞങ്ങളത് നോട്ടീസ് ബോർഡിലിട്ടു. സോ ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവരും ഡെക്കറേഷൻ്റെ വർക്കിലായിരുന്നു. സോ ഇത് തലേദിവസത്തെ ഫുട്ടേജാണ്. എല്ലാവരും അവരുടെ ക്രാഫ്റ്റ് വർക്കൊക്കെ തീർക്കാൻ നോക്കുമായിരുന്നു. ഏകദേശം ഒരു ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡെക്കറേഷൻ്റെ ക്രാഫ്റ്റ്സ് വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഡെക്കറേറ്റ് ചെയ്യാനുള്ള റൂമിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഹോളിലെത്തി. അപ്പോൾ ബാക്കിയുള്ള ക്രാഫ്റ്റ്സ് വർക്കൊക്കെ ഓരോരുത്തർ ചെയ്യുമായിരുന്നു. ഞങ്ങൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൻ്റെ ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ദർശു ക്ലാസ്സിലേക്ക് വിട്ടിട്ട്. ഏകദേശം 6 മണിയൊക്കെ അവറായി. അപ്പോൾ ഇവർ രണ്ടുപേരും ക്രാഫ്റ്റ് വർക്ക് കഴിഞ്ഞു പറഞ്ഞപ്പോൾ അവർ പോവാണ് പറഞ്ഞു. ടാറ്റ കാണിക്കുന്നത് ഞാൻ കണ്ടു. രമണൻ സാറിന് വന്നു. ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ലൈറ്റ്സിലൊക്കെ ഞങ്ങളുടെ സീനിയേഴ്സിന്റെ എല്ലാവരുടെയും ഫോട്ടോസ് തൂക്കിയിടണമായിരുന്നു. അപ്പൊ അവരത് ലൈറ്റൊക്കെ തൂക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, കാറ്റുവെള്ളം പുറത്താണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിന്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി. എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഡെക്കറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അങ്ങനെ ഓരോരുത്തർ ഓരോ വർക്ക് ചെയ്യായിരുന്നു. ഏകദേശം ഞങ്ങളുടെ ഫോട്ടോസൊക്കെ തൂക്കൽ കഴിഞ്ഞു. പിന്നെ ബാക്കി ക്രാഫ്റ്റ്സ് ഒക്കെ തൂക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡെക്കറേഷനൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ആണ് ഞങ്ങൾ ഇവരൊക്കെ ഉണ്ടാ തുള്ളി നടന്നിട്ട് പണിയെടുക്കാനാണെങ്കിലും ഞങ്ങൾ അത്രയും നേരം രാത്രി വരെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടും ഓരോ സംസാരിച്ചിട്ടും അതുപോലെ ഭയങ്കര ഡാൻസ് കളിച്ചിട്ടും ശരിക്കും ഞങ്ങൾ ക്ഷീണം വരെ ഞങ്ങൾ മറന്നുപോയി. ശരിക്കും ഓർത്ത് വയ്ക്കാൻ പറ്റിയ നല്ലൊരു മെമ്മറി ആയിരുന്നു. ഞങ്ങളുടെ ഏകദേശം ഡെക്കറേഷൻസ് കംപ്ലീറ്റ് ആയപ്പോൾ പിന്നെ എനിക്ക് 6 മണിക്ക് വീട് കയറണം എന്നുള്ളതും കൊണ്ടും ഞങ്ങൾ 9:15 അവിടുന്ന് ഇറങ്ങി. പക്ഷെ ഞങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഫുൾ ഇതായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അവരെങ്ങനെ റിയാക്ട് ചെയ്യും. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവരുടെ റിയാക്ഷൻസ് കാണാൻ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്തി. എന്നിട്ട് ഒന്നും കൂടിയും ഹാളും ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചു, ഒന്ന് കറക്റ്റാക്കി നോക്കി. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുറച്ച് ടൈമും കൂടി ഉള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ അവരിത് വന്ന് കാണും. അതുപോലെ അവർ സ്റ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പേര് റിഹേഴ്സലൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. അവരുടെ റിയാക്ഷൻ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ അവർ ആ ഓരോ ഫോട്ടോസിൽ നോക്കിയിട്ട് അവരുടെ ആ ഒരു മെമ്മറി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
സർപ്രൈസൊക്കെ അവർക്ക് ഇഷ്ടമായി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പ്രോഗ്രാംസ് തുടങ്ങി. അപ്പൊ അപ്പോ ഇന്നാരും അക്ഷയ തോന്നി ചോദിച്ചത് ഇവിടെ ആരൊക്കെ വെപ്പാ ഞാൻ പറഞ്ഞു ഇത് എന്റെ വെപ്പാണ് കൃഷ്ണ പറഞ്ഞു ആരൊക്കെ എന്നെ എത്രയും പ്രിയപ്പെട്ട സുട്ടുമോൾക്ക് എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. നിന്നെ കാണുമ്പോ എനിക്ക് മന്തി മയോണൈസ് കൂട്ടി നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിനക്കെതിരെ പോലീസ് കേസ് കൊടുക്കും. നിന്റെ കണ്ണ് എന്നെ മാരകായുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി എനിക്ക് വേറെ വഴിയില്ല. പിന്നെ ഒരു സംശയം, നിന്റെ പാരന്റ്സ് ഏലിയൻസ് വല്ലതുമാണോ? കാരണം എല്ലാ കൃത്യനിഷ്ഠത ആത്മാർത്ഥ കണ്ടു പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. സോ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ഞങ്ങളുടെ സീനിയേഴ്സിന് വേണ്ടിയുള്ള ടാസ്കൊക്കെ കഴിഞ്ഞപ്പോൾ അവരെല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സർപ്രൈസ് വീഡിയോ കാണിക്കാൻ ഞങ്ങൾ കൊണ്ടുപോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. സോ ആ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ 2 വർഷത്തെ മെമ്മറീസ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല അവർക്ക് ഇത്രയും ഫീൽ ആവുന്നു. അവരുടെ എക്സ്പ്രഷൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവർക്ക് എത്ര മിസ് ചെയ്യുന്നുണ്ട് അവർ ആ ഡേയ്സ് എന്ന്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, അവരുടെ ഓരോരുത്തരുടെയും മെമ്മറീസ് ഷെയർ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കാരണം ഒരാളാണ് ഇങ്ങോട്ട് വന്ന, പക്ഷെ പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് മിങ്കിളായി. ഫസ്റ്റ് എനിക്ക് മിക്കാനും വീടുണ്ടാക്കിയത് അവളുടെ ഫുഡിന് ഒരു കൈയ്യടി. കാരണം ഈ വീടിന്റെ ഒരു സെക്കൻഡ് പോലും മിസ്സാകാതെ കണ്ടായിരിക്കും നമ്മളെല്ലാവരും. എല്ലാവർക്കും ഉള്ളിൽ തട്ടിയിട്ടുണ്ടാകും. ഈ 2 വർഷം തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ ഉള്ളിലൊരു നൊസ്റ്റാൾജിയ നിന്നുണ്ടാവും. അതുപോലെ ജൂനിയേഴ്സ് എല്ലാവരും നല്ല ഇഷ്ടമാണ്. നമുക്ക് കൊണ്ടുണ്ട്. അപ്പോ ചിലപ്പോൾ ഇവിടെ വന്നെന്ന് മോശമല്ല, മോശമല്ല, പക്ഷെ എന്നാലും അതിനെ ആഗ്രഹിക്കില്ല. നല്ലൊരു ഹാപ്പി ആയിട്ട് തന്നെ ഇവിടെ പോകണമെന്നാണ്. അങ്ങനെ തന്നെ പോയത്. അപ്പന്റെ ഇവൻ ബാക്കിൽ ഇരുന്നിട്ട് ഭയങ്കര ഞാൻ ജിങ്ങിന്ന് കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നത് ഏത് ഞാൻ ക്ലാസ്സിൽ ചോദിക്കും ഏത് ചെക്കനോ ചോദിച്ചത്. പിന്നെ പിള്ളേർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ 2-3 ദിവസം എന്തിട്ടേലും അപ്പോൾ വിളിച്ചാൽ മതി. പിന്നെ എനിക്ക് നല്ല വിഷമമായ സംഭവം പറഞ്ഞാൽ ഞാനൊരു സ്വാനിക്ക് തമ്മിൽ അത്ര വലിയ അങ്ങനെ മെസ്സേജിട്ടോ കോണ്ടാക്ട് അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി റിസ്വാനിക്കന്ന് പോകുമ്പോൾ ഞാൻ ഒരുപാട് മോളിൽ നമ്മളെ കേക്ക് കട്ടിക്കുന്ന സെറമണിയിൽ അതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര പങ്കെടുക്കാൻ പറ്റിയുള്ള സന്തോഷം. റിസ്വാനിക്ക് പോകാനുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. റിസ്വാനിക്ക് പോയിട്ട് 2-3 ദിവസം അടുപ്പിച്ച് റിസ്വാനിക്ക്
ഈ ഫെയർവെൽ പ്ലാൻ ചെയ്യുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് നല്ലൊരു ഫെയർവെൽ അവർക്ക് കൊടുക്കണം, അവർക്ക് ഒരു മെമ്മറി ആക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ. പക്ഷെ അവരവരുടെ മെമ്മറീസ് ഷെയർ ചെയ്തപ്പോഴും അതുപോലെ അവർ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞതും ജൂനിയേഴ്സിനെ കുറിച്ച് പറഞ്ഞത് ഇതൊക്കെ കേട്ടപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് ഇവർ പോവുകയാണില്ലേ, ഇനി ക്യാൻഡിൽ നോക്കി അവരെ അവിടെ കാണില്ല, അതുപോലെ സ്റ്റെപ്പിൻ്റെ അവിടെ അവർ എപ്പോഴും നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അവിടെ നോക്കിയാൽ കാണില്ല, ക്ലാസ്സിൽ നോക്കിയാൽ കാണില്ല, വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ കാണില്ല എന്നൊക്കെ ആലോചിച്ച് ശരിക്കും അപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാൻ തുടങ്ങിയത്. ഞങ്ങൾ വരുന്ന പറഞ്ഞാൽ ജൂനിയർ സീനിയേഴ്സ് ആയിരുന്നില്ല, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് പോലെയായിരുന്നു. അതുകൊണ്ട് അവർ പോകുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. ബട്ട് അവർക്ക് നല്ലൊരു കരിയർ കിട്ടട്ടെ, അതുപോലെ അവർ എല്ലാവരും അവരുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, അതാണ് ആസ് എ ജൂനിയർ ഞാൻ വിഷ് ചെയ്യുന്നത്. സോ ഫെയർവെൽ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.